ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ പോരായ്മകൾ ഈ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കാം കേട്ടോ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് പാൽക്കപ്പയും ചിക്കൻ കറിയുമാണ്. ഇത് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സൺഡേയിലും ഇതേപോലെ നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെയാണ് ഉണ്ടാകുക. അപ്പോൾ അതേപോലൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന്. അങ്ങനെയാണ് പാൽക്കപ്പയും ചിക്കൻ കറിയും കുക്ക് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡ് ആട്ടോ ഈ പാൽക്കപ്പയും ചിക്കൻ കറി എന്ന് പറയുന്നത്. പക്ഷെ ഞാനും ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഇത് കഴിച്ചിട്ട്. ഞാനീൻ്റെ അടുത്താണ് ഈ പാൽക്കപ്പയും ചിക്കൻ കറിയും ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞപ്പം ഇവരാരും ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിന്ന് പാൽക്കപ്പയും ചിക്കൻ കറി ആക്കാൻ തീരുമാനിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫുഡ് കൂടിയാണ് കേട്ടോ ഇത്. ആദ്യം കപ്പ വേവിച്ച് നമ്മളിവിടെ അതായത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചത്. പക്ഷേ അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഈ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. കപ്പ വേവിച്ചതിന് ശേഷം അതിലോട്ട് കുഞ്ഞുള്ളിയും കാന്താരിയും കൂടി ക്രഷ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് യൂസ് ചെയ്യുക. അപ്പം ക്രഷ് ചെയ്തതിന് ശേഷം അതിലോട്ട് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതായത് ഓവർ മിക്സ് ചെയ്ത് പായസം പോലെ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഈ തേങ്ങാപ്പാൽ കുറുകി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ അതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാം പാൽ ഒഴിച്ച പാടെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ ഒന്നാം പാലൊഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് വറുത്തിടാം. അതായത് എണ്ണയിലോട്ട് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് ഉള്ളി ഒരു ബ്രൗൺ ആയി വരുന്നത് വരെ വാട്ടി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. അങ്ങനെ പാൽക്കപ്പയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന സാധനം കേട്ടോ ഈ പാൽക്കപ്പ എന്ന് പറയുന്നത്. അങ്ങനെ പാൽക്കപ്പയുടെ പണി കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചിക്കൻ കറി കേട്ടോ ആക്കുന്നത്. ഇവിടെ നമ്മൾ വറുത്തരക്കാത്ത ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ള സ്ലോ കുക്ക് ചെയ്ത ചിക്കൻ കറി കേട്ടോ ആക്കുന്നത്. ഈ വറുത്തരച്ച ചിക്കൻ കറിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു റോസ്റ്റ് പോലത്തെ ചിക്കൻ കറി ആയിരിക്കും കുറച്ചും കൂടി ഇതിന് ബെറ്റർ. അതേപോലെ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. കാരണം ഈ വീട്ടിലിപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. കസിൻസായിട്ട് ആൻറ്റിമാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം തന്നെ അതാണ്. ഞാൻ ഒറിജിനൽ സൗണ്ട് ഇട്ടിട്ട് വീഡിയോ ഇടണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സൗണ്ട് ഇട്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ചിക്കൻ കറിയുടെ പണി ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കറി ആയപ്പം കാണാൻ ഏകദേശം ഈ രൂപത്തിലാണുള്ളത്. റോസ്റ്റ് പോലെ ആക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അംഗസംഖ്യ കൂടിയതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട്. അങ്ങനെ കപ്പയും ചിക്കൻ കറിയൊക്കെ ആയി ഇവിടെ പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് റിവ്യൂ ചോദിക്കാൻ പോയതാണ് ആക്ച്വലി. അപ്പോൾ എനിക്കൊരാൾ തംസപ്പും തന്നു കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാവർക്കും പാൽക്കപ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഓൾറെഡി പണ്ടേ ഇഷ്ടമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.